Good morning, all. Good morning, ma'am. Good morning. Morning, ma'am. Okay, കഴിഞ്ഞ ദിവസത്തെ വായിച്ചു നോക്കിയിരുന്നോ? കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് വായിച്ചു നോക്കിയിരുന്നോ? എങ്ങനെയുണ്ടോ കുട്ടികള്? നമ്മുടെ പ്രത്യേകമായിട്ടുള്ള മാനേജ്മെന്റ് അല്ലെ, അത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഡെഫിനേഷനിൽ പറയുന്നത് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലേ? അല്ലേ? ഓക്കെ അല്ലേ? പ്രിൻസിപ്പിൾസ് തുടങ്ങിയല്ലേ നമുക്ക് എടുക്കേണ്ടത്? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് കണ്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞു, പഴയ കാലഘട്ടം മുതലേ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടായിരുന്നു. മാത്രമാണ് നമുക്കറിയാം ഏതൊരു സ്ഥാപനമാണെങ്കിലും നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെയും നമ്മൾ മനസ്സിലാക്കുക, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ കൈകാര്യം ചെയ്യുന്നതിനുള്ള തത്വങ്ങൾ അല്ലെ, അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്തൊക്കെ തത്വങ്ങൾ നമ്മൾ പാലിച്ചു പോകണം എന്നുള്ളതാണ്. അതില് പ്രധാനമായിട്ട് നോക്കുക, ദ മേജർ പ്രിൻസിപ്പിൾസ് ആണ് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്? അതായത് നമ്മളുടെ അല്ലെ ഒരു എന്തായാലും ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഏറ്റവും തലപ്പത്ത് ഒരു ഡയറക്ഷൻ തരാനായിട്ട് ഒരു തലപ്പത്ത് ഒരു വ്യക്തികൾ ഉണ്ടാവണം അല്ലെ. എങ്കിൽ മാത്രമാണ് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് ആ കീഴിലുള്ളവർക്കൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇൻ കേസ് ഒരു ഡയറക്ഷനും ഇല്ലാതെ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടികളാണ് നമ്മൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു ഏകോപനമില്ലാതെ മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. സോ എപ്പോഴും മനസ്സിലാക്കുക, ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് വേണം അല്ലെ. ഒരു വ്യക്തിയിൽ നിന്ന് കമാൻഡ് സ്വീകരിക്കണം. ഇൻ കേസ് ഇപ്പൊ ബ്രാഞ്ചിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ കാർഡിയോളജി, ന്യൂറോളജി അങ്ങനെ എല്ലാ വിഭാഗങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ വിഭാഗത്തിനും അതിൻ്റെതായ ഹെഡ് ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഇല്ലേ? ന്യൂറോളജിക്ക് ആണെങ്കിലും അല്ലെ കാർഡിയോളജി വിഭാഗത്തിനൊക്കെ ആണെങ്കിലും അവിടെ ഒരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡിന്റെ അണ്ടറിലായിരിക്കും ബാക്കി പ്രവർത്തനങ്ങളെല്ലാം അല്ലെ. അവര് ചുമതലപ്പെടുത്തുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും അത് നിർവഹിക്കുന്നത്. ഏകോപനത്തിന് ഒരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് അവിടെ ഒരു ഹെഡ് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ആ യൂണിറ്റി ഓഫ് കമാൻഡ്, ആ കമാൻഡുകൾ ആജ്ഞാപിക്കാനായിട്ടുള്ള ഒരു പവർ അവിടെ ഉണ്ടായിരിക്കണം. മാനേജ്മെന്റിൽ നല്ല രീതിയിൽ അങ്ങനെ കൈകാര്യം ചെയ്താലാണ് ഓർഗനൈസേഷന് കൃത്യമായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? യൂണിറ്റി ഓഫ് കമാൻഡ്. ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി പ്രിൻസിപ്പിൾസ് എന്താന്നുള്ളത്. ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ. നമ്മളിങ്ങനെ പറഞ്ഞു, നല്ലൊരു ആജ്ഞാപിക്കാനായിട്ട് ഒരു പേഴ്സൺ വേണം എന്ന് പറഞ്ഞ മാതിരി തന്നെ സ്പാൻ ഓഫ് കൺട്രോൾ, നിയന്ത്രണത്തിനും ഒരു പരിധി വേണം അല്ലെ. ഇൻ കേസ് സൂപ്പർവൈസർ ഓരോ ഇതിലൊക്കെ ആണെങ്കിൽ ഓരോ സൂപ്പർവൈസർമാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ അണ്ടറിൽ കുറെ ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവിടെ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവരിലെ എന്തെങ്കിലും ഡിഫക്ട്സുകൾ ഉണ്ടാവും അല്ലെ, അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഈ സൂപ്പർവൈസേഴ്സുമാരിൽ നിന്നാണ് അല്ലെ. അപ്പൊ അവരുടെ ഒരു സൂപ്പർവിഷൻ വരുമ്പോൾ അവിടെ യാതൊരു തരത്തിലും എന്താണ് പ്രോബ്ലംസും ഒന്നും ഇല്ലാതെ നല്ല ഫ്ലോ ആയിട്ട് തന്നെ വർക്ക് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കമാൻഡ് ആൻഡ് ഓർഡർ ഉണ്ടാവണം എന്ന് പറഞ്ഞ മാതിരി തന്നെ ഒരു സ്പാൻ ഓഫ് കൺട്രോളും വേണം അല്ലെ. ഒരു വിഭാഗത്തിനും ഒരു പരിധി വേണം, കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പരിധിയും അവിടെ ആവശ്യമാണ്. നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്തു പോകണമെങ്കിൽ ഒരു കൺട്രോളിങ്ങും വേണം. അതായത് ഒരു നിശ്ചിത കൺട്രോളിംഗ് വിഭാഗങ്ങൾ ഉണ്ടാവണം ഏതൊരു മേഖലകളിലാണെങ്കിൽ, അല്ലെങ്കിൽ തോന്നിയ മാതിരി വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വീണ്ടും ഹോമോജീനിയസ് അസൈൻമെന്റ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
ഒരേ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അല്ലെ, അത് നമ്മൾ ഒരേപോലെ തന്നെ ചെയ്യാനായിട്ട് നമുക്കറിയാം കോർഡിനേറ്റ് ചെയ്ത് പോകാനൊക്കെ എളുപ്പമായിരിക്കും അല്ലെ. ഒരേ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിൽ അത് ഒരേ ഹാൻഡിൽ അല്ലെ ഓരോ പകുതികളിൽ തന്നെ വർക്കുകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഡിസ്കഷൻ ഒക്കെ നടത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും. ഏത് മേഖലയാണെങ്കിലും നമുക്കറിയാം, ഹോസ്പിറ്റലിൽ ചെന്നാലും നമുക്കറിയാം ഒരേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകൾ ഇരിക്കുന്ന ഒരു മേഖലയുണ്ടെങ്കിൽ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വേറെ അല്ലെ, ടെക്നിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകൾക്കൊക്കെ വേറെ തന്നെ എന്താണ് നമ്മുടെ അല്ലെ നമ്മുടെ ടെസ്റ്റുകളും കാര്യങ്ങൾക്കൊക്കെ വിധേയമാകുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിവിധ മേഖലകളിലാക്കി ആയിട്ടായിരിക്കും കേന്ദ്രീകരിക്കുന്നത്. അതെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്കറിയാം ഒരേ സ്വഭാവം കാണിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. വർക്കുകളൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ ഹോമോജീനിയസ് അസൈൻമെന്റ് ആ രീതിയിലായിരിക്കണം നമ്മൾ പ്രവർത്തനങ്ങളെല്ലാം ക്രമീകരിക്കേണ്ടത്. യൂണിറ്റി ഓഫ് കമാൻഡ്, സ്പാൻ ഓഫ് കൺട്രോളർ, ഹോമോജീനിയസ് അസൈൻമെന്റ്. ഇതെല്ലാം പ്രിൻസിപ്പിളിൽ പെടാൻ കാരണം എന്താണ്? നല്ല രീതിയിൽ ഈ തത്വാധിഷ്ഠിതമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അപ്പൊ ഈ ഒരു വലിയ സ്ഥാപനത്തിന്റെ ഒക്കെ കേസ് വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വമൊന്നും ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അവര് ഓരോ ഈ പറഞ്ഞ മാതിരി നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമേ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ച് അവരുടെ ഹെഡായിട്ടുള്ളവരൊക്കെ കൃത്യമായിട്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്കൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് വർക്കുകൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അവരായിരിക്കും അവരുടേതായിട്ടുള്ള മീറ്റിങ്ങുകളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി അതിന് എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓർഗനൈസേഷന് വിചാരിച്ച ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മേജർ പ്രിൻസിപ്പിൾസിൽ പറയുന്നത് എന്തൊക്കെയാണ്? യൂണിറ്റി ഓഫ് കമാൻഡ്. ജസ്റ്റ് ആ പ്രിൻസിപ്പിൾസ് ഏതാന്നുള്ളത് മനസ്സിലാക്കി വെക്കും. അതായത് ഇൻ കേസ് പ്രിൻസിപ്പിൾസിൽ പെടുന്നത് ഏത് എന്നൊക്കെയുള്ള രീതിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക. യൂണിറ്റി ഓഫ് കമാൻഡ്, span of controller, then homogeneous assignment, delegation of authority. Okay ആണോ? Clear ആണോ? ഏതെങ്കിലും കിട്ടാത്തതുണ്ടോ? എന്താണ് മീൻ ചെയ്യണെന്നുള്ളത്? എല്ലാവരും ഓക്കെയാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കാനായിട്ട് അല്ലെ, ഒരു വ്യക്തിയിൽ നിന്ന് കമാൻഡുകൾ സ്വീകരിക്കാനായിട്ടുള്ള ഒരു രീതി അത് അവലംബിക്കണം. സ്പാൻ ഓഫ് കൺട്രോളർ, കൺട്രോളിംഗ് പവർ അല്ലെ, ഓരോ നിശ്ചിത ഓരോ കാര്യങ്ങളൊക്കെ ഒരു കൺട്രോളിംഗ് പവർ ആവശ്യമാണ്. ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്താലാണ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതേമാതിരി തന്നെ ഒരേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓരോ വിഭാഗത്തിനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ചില അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കണം. എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു നേച്ചർ പാടില്ല, ആ ഒരു രീതി സ്വീകരിക്കാൻ പാടില്ല. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അധികാരങ്ങളൊക്കെ വിട്ടുകൊടുത്ത് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ. വീണ്ടും ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ചെറിയ ചെറിയ പോയിന്റ്സുകളാണ്. കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ്. എന്താണ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്? The main functions of a management include the following. First one, planning, organizing, staffing, directing or leading, controlling. Okay. അപ്പൊ ഇത്രയും ഫങ്ഷൻസ് ഡീപ്പായിട്ടുള്ള തന്നെ പഠിച്ചു പോകുന്നുണ്ട്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ആസൂത്രണം ചെയ്യുക അല്ലെ. ഇതിനെ കുറിച്ചിട്ടും നല്ലൊരു രൂപരേഖ ഉണ്ടായാല് എന്ത് കാര്യമാണെങ്കിലും നമുക്കറിയാം നല്ല രീതിയിലുള്ള ആസൂത്രണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറയാം. കാരണം അതിന് നല്ലൊരു രൂപരേഖ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അല്ലെ ഒരു രൂപരേഖ, അത് ജോലിയുടെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും അത് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ആസൂത്രണം അവിടെ ആവശ്യമാണ്. ഓർഗനൈസിങ്, ഈ ആസൂത്രണം ചെയ്ത രീതിയിൽ അത് കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസിങ്.
സ്റ്റാഫിങ് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പ്ലാൻ ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ ജോലിയുടെ കാര്യത്തിൽ നമ്മള് തൊഴിലാളികളൊക്കെ കണ്ടെത്തി വേക്കൻസികളൊക്കെ ഉണ്ടായെങ്കിൽ അതെല്ലാം ആ വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്ത് പോകണം. അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് സ്റ്റാഫിങ്ങിൽ വരുന്നത്. നമുക്കറിയാം നല്ല രീതിയിൽ കറക്റ്റ് ജോലിക്ക് അല്ലെ കറക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള പേഴ്സണെ തന്നെ കണ്ടെത്തി നമ്മള് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ നടത്തിയാൽ മാത്രം പോരാ, അവരെ നല്ല രീതിയിൽ തന്നെ ഡയറക്റ്റ് ചെയ്യണം. അല്ലെ ഇന്ന ജോലിയാണ് ചെയ്യിപ്പിക്കണമെങ്കിൽ ആ ഒരു ജോലി അത് ഏത് രീതിയിൽ ഫിനിഷ് ചെയ്യണം അല്ലെ, എല്ലാത്തിനും കൂടി ഒരു ഡയറക്ഷൻ അവിടെ ആവശ്യമായിട്ട് വരും. അങ്ങനെ ഡയറക്റ്റ് ചെയ്യണം. കൺട്രോള് അല്ലെ, അവിടെ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ജീവനക്കാരൻ കൃത്യമായിട്ട് തന്നെ ജോലികളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലെ അതല്ല എന്തെങ്കിലും വീഴ്ചകൾ വരുത്തുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് കൺട്രോളിംഗിൽ അവിടെ ആവശ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഇതെല്ലാം ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, പ്ലാനിംഗിൽ എന്താ പറയുന്നത്? പ്ലാനിംഗ് കൺസിസ്റ്റ് ഓഫ് സെലക്ടിംഗ് ദ മിഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ഷൻ റിക്വയർഡ്. ഓക്കെ, നമ്മളൊരു ജീവനക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാവാം, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടാവാം, എന്ത് തന്നെയാണെങ്കിലും എന്ത് തന്നെ ഉദ്ദേശമാണെങ്കിലും അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാവും, ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അതിലെല്ലാം നമുക്കറിയാം ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ആക്ഷൻ അവിടെ ആവശ്യവുമാണ് അല്ലെ. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? സെലക്ടിംഗ് ദ മിഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ഷൻ റിക്വയർഡ്. പ്ലാനിങ്ങിൽ ശരിക്കും ഉൾക്കൊള്ളുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണോ അല്ലെ, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത്, ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് എന്നാണ് പ്ലാനിങ്ങിൽ ഉൾക്കൊള്ളുന്നത്. It is defined as setting objectives, determining resources, and selecting course and replace the decision making. That is choosing future course of action from among alternatives. ഓക്കെ, നമ്മളിപ്പോ ഭാവിയെ കാണുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മെഷീൻ ഉൾപ്പെടുത്തി ഡ്യൂട്ടി ചെയ്യാം, ഹ്യൂമൻ റിസോഴ്സസ് വെച്ചിട്ട് വേണമെങ്കിൽ ഡ്യൂട്ടി ചെയ്യാം, രണ്ടും കൂടി ഉൾപ്പെടുത്തി നമുക്ക് ഡ്യൂട്ടി ചെയ്യാം അല്ലെ. അപ്പൊ അതിനുള്ള ഒരു സാധ്യതകളുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഈ ഓൾട്ടർനേറ്റീവില് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അല്ലെ. ഇത്രയും പേഷ്യൻസിന് നല്ലൊരു സേവനം കാഴ്ചവെക്കണം, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ നമുക്ക് സ്ഥാപിക്കണം അല്ലെ. എന്ത് തന്നെ ലക്ഷ്യം വേണ്ടാലും തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ എന്താണോ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് ആ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിനനുസരിച്ചിട്ട് ഏത് റിസോഴ്സസ് ആണ് ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിക്കാം, മെഷീനറി റിസോഴ്സസ് എന്താണെങ്കിലും നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ റിസോഴ്സസ് വിഭവശേഷി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കണമെങ്കിൽ അല്ലെ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കണമെങ്കിൽ അല്ലെ നേരത്തെ കൂടി ഒരു ഡിസിഷൻ എടുക്കണം അല്ലെ. എത്രത്തോളം സമയം കൊണ്ടാണ് നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാനായിട്ടൊക്കെ സാധിക്കുന്നത്. അപ്പൊ ഇൻ കേസ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യാനതൊക്കെ ആയിട്ട് വരും. സോ എല്ലാത്തിനെയും കുറിച്ചിട്ട് നല്ല അവയർനെസ് നമുക്ക് കിട്ടേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, determining resources and selecting courses and requires a decision making. That is choosing future course of action from among alternatives. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഓൾട്ടർനേറ്റീവ്സ് വേണമെങ്കിൽ അതാവാം അല്ലെങ്കിൽ ഇതാവാം അല്ലെ. അതിൽ നിന്ന് ഏറ്റവും നല്ലത് അനുയോജ്യമായിട്ട് ഫ്യൂച്ചറിൽ ഉപകാരപ്രദമായിട്ടുള്ളത് എന്താണെന്നുള്ളത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിൽ വരുന്നത്. It can be defined as deciding what is to be done and how it is to be done. അല്ലെ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ, എങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്നത്. പ്ലാനിങ് മസ്റ്റ് എയിം അറ്റ് ദ ഫുൾഫിൽമെന്റ്. നമുക്കറിയാം ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഫുൾഫിൽമെന്റ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് എന്തൊക്കെ ചെയ്യണം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ആസൂത്രണമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിന്റെ താഴേക്ക് നമുക്ക് നോക്കാനുണ്ട് എന്തൊക്കെയാണ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട വരുന്ന കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെയാണോ? ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണ് അല്ലെ. എന്ത് ഒരു കാര്യത്തിനെ കുറിച്ച് ഇപ്പൊ വീടുകളിലാണെങ്കിൽ നമുക്കറിയാം
കുട്ടികളെ അല്ലെ ഇന്ന സമയത്ത് ഒരുക്കി വരുന്നതിന് നമ്മൾ അതനുസരിച്ചിട്ട് ഓരോ ദിവസം ദൈനംദിന ദിവസം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ അവിടെ ഏർപ്പെടുന്നുണ്ട്. കാരണം നമുക്കറിയാം എത്ര ടൈമിനുള്ളിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ ചെയ്യുന്നതൊക്കെ മുൻപോട്ട് ചെയ്ത് അറേഞ്ച് മനസ്സിൽ കാണുന്നതനുസരിച്ചിട്ട് നമ്മളെ സമയം കീപ്പ് ചെയ്ത് അല്ലെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. ഇൻ കേസ് ഫുഡ് തന്നെ നമ്മൾ തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ അതാവാം ഇതാവാം എല്ലാ സമയത്തിനുള്ളിൽ കുട്ടിക്ക് ആവശ്യമുള്ളതും അല്ലെ ആരോഗ്യപ്രദം എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ ഓർഗനൈസേഷന്റെയും ഏതെങ്കിലും ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനായിട്ട് ഇതര ഓൾട്ടർനേറ്റീവ്സുകൾ ഉണ്ടാവും. ആ ഓൾട്ടർനേറ്റീവ്സിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള റിസോഴ്സസ് വെച്ച് അല്ലെ മതിയായ റിസോഴ്സസ് എന്താണോ ഉള്ളത്, എന്ത് വിഭവശേഷിയാണോ നമുക്ക് പറ്റുന്നത്, അത് ഫ്യൂച്ചറിൽ നമുക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന റിസോഴ്സസ് എന്താണോ അത് വെച്ചിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണമാണ്. അല്ലെ പ്രധാനമായിട്ടും പറയുന്നത് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ. അല്ലെ എന്താണ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെ എന്ത് ഉപയോഗിച്ചിട്ട് റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ആസൂത്രണമാണ് എന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് കൺസിസ്റ്റ് ഓഫ് എന്നൊക്കെയുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. തന്നെ നമുക്ക് വേഗം നോക്കാം. ഇതിൽ പറയുന്നത് അക്കോർഡിംഗ് ടു റൂൾസ് അദ്ദേഹം പറയുന്നത് പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു. പ്ലാനിങ് എന്ന് പറയുന്നത് നേരത്തെ കൂട്ടിയുള്ള ഒരു ഡിസിഷൻ ആണ് അല്ലെ, ഒരു തീരുമാനമെടുക്കലാണ്. അതായത് എന്ത് അല്ലെ വാട്ട് ടു ഡു എന്താണ് ചെയ്യേണ്ടത്, വെൻ ടു ഡു എപ്പോഴാണ്, ഇങ്ങനെയാണ് അല്ലെ ഹൗ ടു എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ഫ്രം വേർ വി ആർ വേർ വി വാണ്ട് ടു ബി. ഓക്കെ, നമുക്ക് ഇടയിൽ ഒരു പാലം ഉണ്ടെന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ വേർ വി വാണ്ട് ടു ബി അല്ലെ, എങ്ങനെയത് നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം നമ്മുടെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായെങ്കിൽ എവിടെ കൊണ്ട് നമുക്കത് ആഗ്രഹം നേടിയെടുക്കാനായിട്ട് സാധിക്കും, അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉത്പാദനം അല്ലെ, ആ ഒരു കാര്യം നമുക്ക് ഫിനിഷിംഗ് ആണെങ്കിൽ മനസ്സിലാക്കാം. പ്ലാൻ ചെയ്യുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതേസമയം പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും ആ ഒരു പറ്റും അല്ലെ, ഫ്യൂച്ചറിൽ നാം ചെയ്യുന്നതനുസരിച്ചിട്ട് നേടാൻ പറ്റും എന്നുള്ള ഒരു നിശ്ചിത ഇതിന്റെ അല്ലെ ആ ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അപ്പൊ പ്ലാൻ ചെയ്യുമ്പോൾ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. മോസ്റ്റ്ലി നമുക്കറിയാം, മോസ്റ്റ്ലി നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. വീണ്ടും എ പ്ലാൻ ഈസ് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻസ്. അത് പറയുന്നത് എന്താണ്, പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ ഒബ്ജക്റ്റീവ്സ്, effort and devising the means calculated to achieve them. Okay, നമുക്കറിയാം അത് വില്ലേജിന്റെ അഭിപ്രായത്തിലാണ് ഈ ഒരു ഡെഫിനേഷൻ വരുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണ്, പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് അല്ലെ, ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിൽ പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ്. എന്തിന്റെ പ്രോസസ് ആണ്, process of determining the objectives, effort and devising the means calculated to achieve them. ലക്ഷ്യം അത് തീരുമാനിക്കലും അത് നേടിയെടുക്കാനുള്ള എഫേർട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. ബൈഹാർട്ടായിട്ടൊന്നും പഠിക്കണ്ട, പക്ഷെ എന്തെങ്കിലും ഒരു ഡെഫിനേഷൻ തന്നിട്ട് ഇത് ആരുടെ അഭിപ്രായത്തിലാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിന്റെ മില്ലറ്റിന്റെ അഭിപ്രായത്തിൽ എ പ്ലാൻ ഈസ് എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, പ്ലാനിങ് ഈസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ ഒബ്ജക്റ്റീവ്, എഫർട്ട് ആൻഡ് ഡിവൈസിങ് ദ മീൻസ് കാൽക്കുലേറ്റഡ് ടു അച്ചീവ് ഇറ്റ് അല്ലെ, നമുക്കത് നേടിയെടുക്കാനായിട്ടുള്ള മീൻസ് അല്ലെ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെയാണ്. നമ്മള് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, പ്ലാനിങ് ആണ് അല്ലെ. നമുക്കറിയാം അതിന് തൊട്ട് പിന്നാലെ ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും തന്നെ ഡയറക്റ്റിംഗ് ഓർ ലീഡിങ്ങും. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് പോകാം. ഞാൻ മിക്കവാറും നമുക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അത്
പൊതുവെ ഈ രീതിയിലാണ് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെയാണ് ചോദിച്ച് കാണാറുള്ളത്. എന്നാലും നോട്ട് ചെയ്ത് പോവുക. ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് അല്ലെ, അവിടെ ഒരു പറയുന്നുണ്ട്. വുൾസിന്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ഫ്രം വേർ വി വാണ്ട് ടു ബി അല്ലെ. അങ്ങനെ ഒരു ചെറിയൊരു സെന്റൻസ് ഒക്കെ തന്നിട്ട് ഇത് ആരുടെ അഭിപ്രായത്തിലാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കുക. പ്ലാനിങ് എന്ന് പറയുന്നത് വുൾസിന്റെ അഭിപ്രായത്തിലാണ് ഈ ഒരു പ്ലാനിങ്ങിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു അല്ലെ സെന്റൻസ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് നോട്ട് ചെയ്യാൻ പറയുന്നത്. അതേമാതിരി തന്നെ പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക. സെലക്ടിങ് ദ മിഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ഷൻ ചെയ്യണം. ഓക്കെ, വീണ്ടും ഇവിടെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഡിസൈഡിങ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൗ ഈസ് ടു ബി ഡൺ. ഓക്കെ, അത് എന്ന് പറയുന്നത് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? പ്ലാനിങ്ങിനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? പേരുകളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയാല് അക്കോർഡിംഗ് ടു കോൺസും ആൻഡ് മില്ലറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഇനി നോക്കേണ്ടത് എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ്. ഇതൊക്കെ മതിയായ കാര്യങ്ങൾ ഒരു നല്ല പ്ലാനിങ്ങിന് വേണമെന്നുള്ളതാണ്. നമുക്ക് അതിൽ പറയുന്നത് ഈൽഡ്സ് റീസണബിൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നമുക്കറിയാം ഏത് കാര്യമാണെങ്കിലും അത് ഓർഗനൈസേഷന്റെ ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യമായിരിക്കണം പ്ലാനിങ് നമ്മൾ എടുക്കുന്നത് അല്ലെ. അവിടുത്തെ ഏതെങ്കിലും ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കണമെന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത്. അതായത് അതിനപ്പുറം വേറെ ഒന്നും ചിന്തിക്കരുത് അല്ലെ. അവിടെ ആ ഓർഗനൈസേഷന് മോസ്റ്റ് അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കണം ആസൂത്രണം ചെയ്യേണ്ടത്. Then reduce the future uncertainty. ഓക്കെ, എന്താണ് ഭാവിയിലെ അനിശ്ചിതത, അതായത് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറെയൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഇൻ കേസ് ഹ്യൂമൻ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാണെങ്കിലും അതല്ലെങ്കിൽ മെഷീനറികൾ നമ്മൾ സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും ഇപ്പൊ ഇൻ കേസ് ഒരു അഡീഷണൽ ആയിട്ട് ഒരു ബിൽഡിംഗ് തന്നെ നമ്മൾ പണിയുകയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് അത് സ്ഥാപിക്കുന്നത് അല്ലെ. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫ്യൂച്ചറിൽ അതിന് അനിശ്ചിതത്വ വരാൻ പാടില്ല, അത് ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ടാവണം അല്ലെ. റിഡ്യൂസ് ദ ഫ്യൂച്ചർ അൺസർട്ടനിറ്റി. ഫ്യൂച്ചറിൽ അതിനുള്ള ഒരു നല്ലൊരു അല്ലെ വിജയത്തിലെത്താനുള്ള ഒരു സാധ്യത ഉണ്ടാവണം. അനിശ്ചിതത്വം കുറവായിരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ എന്തെങ്കിലും പുതുമ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് യൂസ്ഫുൾ ഉണ്ടായിരിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തന്നെയായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്. ദെൻ ഗെയിൻ എക്കണോമിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അറിയാം സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനനുസരിച്ചിട്ട് വേണം അല്ലെ. നമ്മൾ കുറെ പ്ലാൻ ചെയ്തിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സാമ്പത്തിക റിസോഴ്സസ് ഇല്ലെങ്കിൽ നമുക്കറിയാം അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനേ പറ്റുള്ളൂ അല്ലെ. അതിന്റെ ഫിനിഷിംഗ് ഘട്ടത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് വരും. അപ്പൊ തീർച്ചയായിട്ടും സാമ്പത്തികം അവിടെ ഉണ്ട് അല്ലെ. ഗെയിൻ എക്കണോമിക്കൽ ഓപ്പറേഷൻസ്, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സും അവിടെ ഉണ്ടായിരിക്കണം. ഫൗണ്ടേഷൻ ഫോർ ഓർഗനൈസിങ്. ഓക്കെ, നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത് കാര്യങ്ങൾ എപ്പോഴും സംഘടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളെ പ്ലാൻ ചെയ്യാവൂ അല്ലെ. നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങള് കുറിച്ചിട്ട് പ്ലാൻ ചെയ്യരുത്. അപ്പൊ പുതിമ നമ്മൾ എന്തെങ്കിലും ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ ജീവനക്കാരെ നമ്മൾ കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ പുതിയ മെഷീൻ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് അതിനൊരു അവൈലബിലിറ്റി അവിടെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതൊരു ഓർഗനൈസിങ്, ഫൗണ്ടേഷൻ ഫോർ ഓർഗനൈസിങ്, നമുക്കത് സംഘടിപ്പിക്കാൻ പറ്റുന്നതിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് എന്തെന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഫെസിലിറ്റേറ്റ്
കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ഇതാണ് നമ്മൾ പറയുന്നത് ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ അല്ലെ. അവിടെ സുഗമമായിട്ട് നമുക്ക് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് പറ്റുന്ന ഒരു സൗകര്യത്തിലായിരിക്കാം. അപ്പൊ പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും അല്ലെ, നമ്മളിപ്പോ എന്താ പറയാ, പ്ലാൻ ചെയ്ത് മാത്രം ഉണ്ടാകുന്ന കാര്യമില്ല, അത് സംഘടിപ്പിക്കാൻ പറ്റണം. അത് മാത്രമല്ല അത് നടപ്പാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യമായിരിക്കണം അല്ലെ. അപ്പൊ കോർഡിനേഷൻ ഏകോപിപ്പിക്കാൻ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ആസൂത്രണത്തിൽ ഉൾപ്പെടുത്താവും. എന്താണ് ഇവിടെ പറയുന്നത്, ഡിക്റ്റേറ്റ്സ് ദോസ് ആക്ടിവിറ്റീസ് ടു വിച്ച് എംപ്ലോയീസ് ആർ ഡയറക്റ്റഡ് അല്ലെ. അവിടെ നമുക്കറിയാം എപ്പോഴും അല്ലെ നയിക്കുന്ന എപ്പോഴും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിച്ച് എംപ്ലോയീസ് ആർ ഡയറക്റ്റഡ്, എംപ്ലോയീസ് തൊഴിലാളികൾ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും. കേസ് പുതുമയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ഉണ്ടായാൽ നന്നായിരുന്നു, ഒരു പുതിയ വിഷയം കൂടി ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്കിത് സ്മൂത്ത് ആയിട്ട് പോകാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ പുതിയ എംപ്ലോയി കൂടിയും ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു അല്ലെ. അപ്പൊ എംപ്ലോയീസിന്റെ ആ ഒരു താല്പര്യാർത്ഥമുള്ള കാര്യങ്ങൾ അത് പ്രാധാന്യത്തോടു കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആസൂത്രണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തേണ്ടത്. Dictates those activities to which employees are directed. അതല്ല നമുക്ക് എന്താ പറയണേ, എവിടെയും കണ്ടും എന്തൊക്കെയോ കണ്ടെന്നും അതുകൊണ്ട് അത് പുതുമ നിറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അവിടെ എന്താണോ ആവശ്യം അവിടേക്ക് എന്തൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യകതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ അത് മനസ്സിലാക്കി തന്നെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളത്. ഒന്നുകൂടി നോക്കാം. എസെൻഷ്യൽസ് ഓഫ് ഗുഡ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ യൂസ് റീസണബിൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, അതായത് എപ്പോഴും നമുക്ക് ന്യായമായിട്ട് അല്ലെ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അല്ലെ അവിടുത്തെ ലക്ഷ്യത്തിനോട് ചേർന്ന് വിധത്തിൽ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കണം. റെഡ്യൂസ് ദ ഫ്യൂച്ചർ അൺസർട്ടനിറ്റി, ഭാവിയിൽ നമുക്ക് ഉപകാരപ്രദമായിരിക്കണം അല്ലെ. ഏത് കാര്യം ഉൾപ്പെടുത്തിയാലും ആസൂത്രണം ചെയ്താലും അത് അതിൽ നിന്ന് ഭാവിയിൽ അത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. എക്കണോമിക് ഓപ്പറേഷൻസ്, തീർച്ചയായിട്ടും നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം. ഫൗണ്ടേഷൻ ഫോർ ഓർഗനൈസിങ്, തീർച്ചയായിട്ടും നമുക്കത് സംഘടിപ്പിക്കാനായിട്ട് പറ്റുന്നതായിരിക്കണം. ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ, നമുക്കത് കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. ദോസ് ആക്ടിവിറ്റീസ് ടു വിച്ച് എംപ്ലോയീസ് ആർ ഡയറക്റ്റഡ്, തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ഡയറക്ഷനിലുള്ള കാര്യങ്ങളായിരിക്കണം തീർച്ചയായിട്ടും കണ്ടെത്തി ഈ ആസൂത്രണം ചെയ്യാറുണ്ട്. വായിച്ചു നോക്കട്ടെ, എടുത്തോടത്തോളം വരെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. പോയിന്റ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഇപ്പൊ എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിംഗ് എന്ന് ചോദിച്ചിട്ട് അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ്സുകൾ അതുകൊണ്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഗുഡ് പ്ലാനിങ്ങിൽ എന്തൊക്കെ ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. ഓക്കെ അല്ലേ? പ്ലാനിങ് നമുക്ക് കവർ ചെയ്യാം, തീർക്കാൻ പറ്റുമോ നോക്കാം. ഓർഗനൈസിങ് അറിയുന്നത് നമുക്ക് തീർക്കാൻ പറ്റും അല്ലേ? നോക്കാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ടൈപ്സ് ഓഫ് പ്ലാനിങ് പ്രധാനമായിട്ട് എന്താണെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ദ ടൈം പീരിയഡ്, അപ്രോച്ച്, ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടന്റ്സ്. വ്യത്യസ്ത തരത്തിലുള്ള പ്ലാനിങ് ഉണ്ട് അല്ലെ. നമുക്ക് തന്നെ അറിയാം എന്ത് കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം അല്ലെ. ആസൂത്രണം ചെയ്ത് മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പൊ
ഇത് ഏത് രീതിയിലും ചിലപ്പോൾ നീണ്ട കാലത്തേക്ക് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യുന്നതാവാം, ഷോർട്ട് ടൈം ടൈമിലേക്ക് ആവശ്യമായിട്ടുള്ളതാവാം, അല്ലെ, എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് പ്ലാനിങ്ങില് ബേസ്ഡ് ഓൺ ദ ടൈം പീരീഡ് ഉണ്ട്, അപ്രോച്ച് ഉണ്ട്, ഡിഗ്രി ഓഫ് കോറിലേഷൻ ഉണ്ട്, ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടന്റ്. ഉള്ളടക്കത്തിന്റെ ആ ഒരു പ്രാധാന്യത്തിന്റെ വീക്ഷണത്തിലും നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ്ലി നമുക്ക് നോക്കാം ടൈം പീരിയഡ്. എന്താണ് ടൈം പീരീഡ് അനുസരിച്ചിട്ടുള്ള പ്ലാനിങ് എന്താണെന്ന് നോക്കാം. The time period depends on the type of the business and structure of the organization. ഓക്കെ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ ഘടനയ്ക്കും ബിസിനസിന്റെ ടൈപ്പിനും അനുസരിച്ചിട്ടാണ് ടൈം പീരീഡ്. ചിലതിനൊക്കെ നമുക്കറിയാം നീണ്ട കാലത്തേക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ മാത്രമേ ആസൂത്രണം ചെയ്യാം. ചിലപ്പോ 2-3 വർഷങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിന്റെ റിട്ടേൺ കിട്ടുന്നത്, അല്ലെ. ആസൂത്രണം ചെയ്ത് നടപ്പാക്കി അതിന്റെ റിട്ടേണുകളൊക്കെ കിട്ടി വരുമ്പോഴേക്കും ചിലപ്പോൾ നീണ്ട കാലയളവ് എടുക്കും. അതേസമയം ഷോർട്ട് ടൈം ടൈമിനുള്ളിൽ അല്ലെ, ഒരു ഇൻ കേസ് ഒരു വെജിറ്റബിൾ ഷോപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അത് അത്യ ടൈമിൽ തന്നെ ബിസിനസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിട്ടേൺ കിട്ടും, അല്ലെ. അതിന് ഈ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ പോലെ ഒരു വലിയ പേഷ്യന്റൊക്കെ സ്ഥാപിച്ചാൽ അതിന്റെ റിട്ടേൺ നാളെയോ മറ്റൊന്നെയോ മുടക്കിയ ഫിനാൻസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അതിന്റെ ആ മുടക്കിയ ഫിനാൻസ് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ആ മെഷീൻ അല്ലെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേഷ്യൻസിന് സർവീസ് കൊടുത്താണ് നമുക്ക് അതിന്റെ അല്ലെ മുടക്കിയ ഇതൊക്കെയുള്ള ആ ഒരു റിട്ടേൺ കിട്ടുള്ളൂ. നീണ്ട കാലത്തേക്ക് വേണ്ടിയിട്ടാണ് അത് സ്ഥാപിക്കുന്നത്, അല്ലെ. ആ സെറ്റ് നമ്മൾ ഒരുപാട് നാളുകൾക്ക് മുമ്പ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ റിട്ടേൺ നമുക്ക് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അറിയാം അതിന്റെ ഘടനയ്ക്ക് അനുസരിച്ചിട്ട് ഈ ഒരു കാൽക്കുലേഷനും വേരിയബിൾ ആണ്, അല്ലെ. The time period depends on the type of the business and the structure of the organization, അല്ലെ. ഓർഗനൈസേഷന്റെ ഘടനയ്ക്കും അതിന്റെ സ്വഭാവത്തിനും അനുസരിച്ച് ടൈപ്പിനനുസരിച്ചിട്ട് വേരിയേഷൻസ് ഉണ്ട്. based on the time period, long term planning and short term planning are two types of planning. അപ്പൊ ഈ ടൈം പീരീഡ് അനുസരിച്ചിട്ട് നമുക്കറിയാം 2 രീതിയിലാണ് ഈ പ്ലാനിങ്ങുകൾ തിരിച്ചിരിക്കുന്നത്. ഒന്ന് ലോങ് ടേം പ്ലാനിങ്ങും ദെൻ ഷോർട്ട് ടേം പ്ലാനിങ്, അല്ലെ. നീണ്ട കാലത്തേക്കുള്ളതും ഹ്രസ്വകാലത്തേക്കുള്ള പ്ലാനിങ്ങുകളാണ്. ലോങ് ടൈം പ്ലാനിങ് ആണെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കാം. ലോങ് ടൈം പ്ലാനിങ് സ്ട്രാറ്റജിക് നേച്ചർ ഫോർ ലോങ് ടൈം പ്ലാനിങ്, അല്ലെ. അവിടെ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ ഇത്രയും ബൾക്കായിട്ടുള്ള എക്സ്പെൻസ് മുടക്കിയിട്ട്, അല്ലെ, അതിൽ നിന്ന് ഏൺ ചെയ്യുന്നത് ഒരു തന്ത്രപരമായിട്ടുള്ള രീതിയിലാണ് അത് പ്ലാൻ ചെയ്യുന്നത്. ഇത് ജനറലി ഇൻവോൾവ്സ് 3 to 5 years, അല്ലെ. 3-5 വർഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് പ്ലാൻ ചെയ്യുന്നത്. ആ ലോങ് ടൈം പ്ലാനിങ്ങിന്റെ പീരീഡ് ഒക്കെ ഒന്ന് ഡ്യൂറേഷൻ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. It relates to matters like new products, product diversification. Okay, നമുക്കറിയാം പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അല്ലെ കുറച്ചും കൂടി വൈവിധ്യമായിട്ടുള്ള ഉൽപാദനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നീണ്ട കാലത്തേക്കുള്ള ഒരു പ്ലാനിങ് അവിടെ ആവശ്യമായിട്ട് വരും. ഷോർട്ട് ടൈം പ്ലാനിങ് typically covers a time frame of less than 1 year in order to assist their company in moving gradually towards its long term planning. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഷോർട്ട് ടൈം എന്നൊക്കെ പറയുന്നത് ഒരു അറ്റ്ലീസ്റ്റ് 1 ഇയറിനുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഷോർട്ട് ടൈം പ്ലാനിങ് എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. assist their company in moving gradually towards its long term planning. വലിയ കമ്പനികളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് ഗ്രാജുവലി നമുക്ക് ഇങ്ങനെ ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലോങ് ടൈം പ്ലാനുകളൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോകും. ഓക്കെ, ഇവിടെ ടൈം പീരീഡിന്റെ ആ ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് ലോങ് ടൈം ആയിട്ട് പ്ലാനിങ് ആസൂത്രണം നടത്താവുന്നതാണ്, ഷോർട്ട് ടൈം ആയിട്ടും പ്ലാനിങ് നടത്താവുന്നതാണ്. ലോങ് ടൈം പ്ലാനിങ്ങിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 to 5 years ആണ്, 5 years ആണ്. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ അതിന്റെ റിട്ടേൺ കിട്ടുമ്പോൾ ചിലപ്പോൾ സമയം എടുക്കും. സമയം ഷോർട്ട് ടൈം ആണെങ്കിൽ +1 ഇയറിനുള്ളിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ചിട്ടുള്ള അതിന്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കുമെന്നത്. ഓക്കെ, അപ്പൊ +1 ഇയറിലുള്ള പ്ലാനിങ് ഫ്രെയിമാണ് എന്തെന്ന് പറയുന്നത് ഷോർട്ട് ടൈം എന്ന് പറയുന്നത്. അല്ലേ ടൈം പീരീഡ്. ചെയ്യണം.
അല്ലേ? അടുത്തതിലേക്ക് പോകാലോ. സമീപനങ്ങൾ അല്ലെ? അപ്രോച്ച് എന്ന് പറയുമ്പോൾ സമീപനങ്ങൾ. അവിടെ നമുക്ക് നോക്കാം. 2 types of planning ആണ് proactive planning and reactive planning. 2 തരത്തിലുള്ള പ്ലാനിങ് ഈ അപ്രോച്ച് അല്ലെ പ്ലാനിങ് അപ്രോച്ചിലെ സമീപനങ്ങൾ കാണുന്നുണ്ട്. അത് ഏതൊക്കെ സമീപനങ്ങളാണെന്ന് പറയുന്നത്? പ്രൊയാക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ സജീവമായിട്ടുള്ള പ്ലാനിങ്. എന്താണ് റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് ഇവിടെ പറയുന്നത്. എന്താണ് പ്രൊയാക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്? പ്രൊയാക്റ്റീവ് പ്ലാനിങ് ഈസ് ദ suitable course of action designed considering the changes expected in an appropriate area. അല്ലെ? നമ്മളിപ്പോ എൻഗേജ് കുറച്ചും കൂടി അല്ലെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഒരു ചേഞ്ചസ് അല്ലെ സജീവമായിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്തുകയാണ്. ഇപ്പൊ ചിലപ്പോൾ ആണെങ്കിൽ ഭയങ്കര തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ചില സീസണുകളിലൊക്കെ ഭയങ്കര തിരക്കാണ് അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്താണ് അവിടെ അപ്പൊ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട് അല്ലെ ഒരു വേറൊരു പ്ലേസിലൊക്കെ ചിലപ്പോൾ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ എന്താണ് പ്രൊയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ സജീവമായിട്ട് നടത്തിക്കൊണ്ട് പോയിരിക്കുന്ന ടൈമിൽ തന്നെ ആ കോഴ്സ് ഓഫ് ആക്ഷനിൽ തന്നെ ഡിസൈൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചേഞ്ചസ് അവിടെ വരുത്തുന്നത്. എന്നാൽ അതിൽ നിന്ന് നമുക്കറിയാൻ പറ്റുന്ന റിസൾട്ടുകളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. പ്രൊയാക്റ്റീവ് പ്ലാനിങ് ഇസ് ദ സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ഡിസൈൻഡ് considering the changes expected in an appropriate area. ആ ഒരു ഏരിയയിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ചിട്ട് ചേഞ്ചസ് ആ ഒരു ടൈമിൽ തന്നെ അറ്റ് ടൈമിൽ തന്നെ വരുത്തിയിട്ട് നമ്മൾ റിസൾട്ട് നേടിയെടുക്കുന്ന ഒരു രീതിയാണ്. Reactive planning is the type of planning that is done after the environmental changes have taken place. ചിലപ്പോ നമുക്കറിയാം റിയാക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത് പ്രത്യേകാത്മകമായിട്ടുള്ള കാര്യമാണ് അല്ലെ? അപ്പൊ കുറച്ചും കൂടി എൻവയോൺമെന്റിലെ ചേഞ്ചിന് ശേഷമായിരിക്കും അത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ? അപ്പൊ ചിലപ്പോ നേരത്തെ കൂട്ടി അങ്ങനെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് കുറച്ച് വേരിയേഷൻസ് നമുക്ക് വരുത്താം എന്നുള്ള ഒരു മൈൻഡിൽ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളാണ് റിയാക്റ്റീവ് പ്ലാനിങ് പറയുന്നത്. ഓക്കെ, റിയാക്റ്റീവ് പ്ലാനിങ്ങും തന്നെ അതേമാതിരി തന്നെ റിയാക്റ്റീവ് പ്ലാനിങ്ങും ഉണ്ട്. റിയാക്റ്റീവ് പ്ലാനിങ്ങിന്റെ പ്രത്യേകത ഈസ് ദ സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ഡിസൈൻഡ് കൺസിഡറിംഗ് ദ ചേഞ്ചസ് എക്സ്പെക്ടഡ് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് ഏരിയ. ആ ഏരിയയില് എനിക്ക് തോന്നുന്നു ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. അല്ലേ? ഒരു പ്രൊജക്റ്റ് എന്ന് പറയുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു കോവിഡിന്റെ ടൈമുകളിലൊക്കെ അത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ഡിസൈൻ വരുത്തുകയാണ്. വേരിയേഷൻസ് വരുത്തുക, അകലം പാലിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡിസൈൻ വരുത്തുകയാണ്. ദെൻ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ട് പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് അത് പോകുന്നത്. അതേസമയം റിയാക്റ്റീവ് പ്ലാനിങ് ഇസ് എ ടൈപ്പ് ഓഫ് പ്ലാനിങ് ദാറ്റ് ഈസ് ഡൺ ആഫ്റ്റർ എൻവയോൺമെന്റൽ ചേഞ്ചസ്. അതേസമയം ഇത് പ്രശ്നങ്ങൾ വന്നതിന് ശേഷം എൻവയോൺമെന്റൽ ചേഞ്ചസ് ഹാവ് ടേക്കൺ. ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതിന് ശേഷം നമ്മൾ മാറ്റങ്ങൾ വരുത്താണോ? അയ്യോ ഇപ്പോ ഇങ്ങനെയുള്ള ഒരു ഫ്ലോ പോകുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു. അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് എന്താണ് നമ്മൾ ആ ഡിസൈനിൽ വേരിയേഷൻസ് വരുത്തണം എന്ന് ജസ്റ്റ് ഒന്നുകൂടി മനസ്സിലാക്കാം. അതായത് പ്രൊയാക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നേരത്തെ കൂട്ടി ചിന്തിക്കാം. ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം നേരത്തെ കൂട്ടി ചിന്തിക്കുകയാണ്. ഓക്കെ, പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ? വ്യക്തികൾക്ക് കുറച്ചും കൂടി എല്ലാവർക്കും ഈ രോഗം വ്യാപിക്കാനായിട്ടുള്ള സാധ്യതകൾ വരുന്നുണ്ട്. സോ നമ്മളുടെ അല്ലെ പേഷ്യൻസിനെ പരിചരിക്കുന്നതിൽ കുറച്ചും കൂടി മുൻകരുതലുകൾ എടുക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ നേരത്തെ കൂട്ടി ചിന്തിച്ചിട്ട് ആ ഒരു ഏരിയകളിലൊക്കെ വേരിയേഷൻസ് വരുത്താനും സാമാന്യ അകലമൊക്കെ പാലിക്കണമെന്ന് നമ്മൾ വരുത്തുകയാണ്. അതാണെങ്കിൽ പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള പ്ലാനിങ് ആണ് അല്ലെ? അവിടെ കൺസിഡറിംഗ് ദ ചേഞ്ചസ് എക്സ്പെക്ടഡ്, ചേഞ്ചസ് വരാം അല്ലെ? മുൻകൂട്ടി മുൻകരുതലായിട്ടാണ് അങ്ങനെ ഒരു ചേഞ്ചസ് അവിടെ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നത്. അതേസമയം റിയാക്റ്റീവ് പ്ലാനിങ്ങില് നമുക്കറിയാം ഇങ്ങനെയൊന്നും മുൻകരുതലുകളൊന്നും എടുക്കാതെ ഒരു തിക്കും തിരക്കും പെട്ടെന്ന് പ്രത്യേക സീസണുകളിൽ വന്നപ്പോ പെട്ടെന്ന് ഒരു തിക്കും തിരക്കും വന്നപ്പോ അപ്പൊ തന്നെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ചേഞ്ചസ് എടുക്കുകയാണ്. ഓക്കെ, യെസ്. റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് വന്നതിന് ശേഷമാണ് അവിടെ ഇതുകൾ എടുക്കുന്നത് അല്ലെ? എൻവയോൺമെന്റൽ ചേഞ്ചസ് വന്നതിന് ശേഷം എന്തെങ്കിലും ഈ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ
അല്ലെ കോവിഡിന്റെ ആ ടൈമില് മുൻകൂട്ടി മുൻകരുതലുകൾ എടുത്ത് ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതാണെങ്കിൽ റിയാക്റ്റീവ് പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു തിക്കും തിരക്കും അനുഭവപ്പെട്ടപ്പോൾ അറ്റേ ടൈമിൽ നമ്മളൊരു ചേഞ്ചസ് വരുത്തുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് റിയാക്റ്റീവ് പ്ലാനിങ്. അപ്പോഴും നമുക്കറിയാം വേരിയേഷൻ വരുത്തണം അല്ലെ, അവിടെയും എന്തെങ്കിലും ഇടപെടൽ നടത്തണം. ഒരു പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ ചെയ്തിട്ട് ആ ഒരു സിറ്റുവേഷൻസിനെ നമുക്ക് മാറ്റി സുഗമമായിട്ട് തന്നെ ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന് സുഗമമായിട്ട് തന്നെ കൊണ്ടുപോകണം. അപ്പൊ അറ്റേ ടൈമിൽ ഒരു പ്ലാൻ ചെയ്യുന്നു, വേറെ ഒരു ഏരിയയിലേക്കൊക്കെ വേണമെങ്കിൽ അതിനെ സിറ്റുവേറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിൽ രണ്ടിലും നമുക്കറിയാം നല്ല പുതിയ നടപടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൊയാക്റ്റീവ് പ്ലാനിങ്ങിൽ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്യുന്നത് എങ്കിൽ റിയാക്റ്റീവ് പ്ലാനിങ്ങിൽ ആ അപ്പോഴത്തെ ചേഞ്ചസ് വന്നത് കൊണ്ടാണ് ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കി കൊണ്ടുപോകും. ക്ലിയർ ആയോ? ണോ കേളേ പറയേണ്ടതുണ്ടോ? ഓക്കെയാണോ? ഇവിടെ വീണ്ടും നമുക്ക് നോക്കാനുള്ളത് ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ ആണ്. അത് വെച്ചിട്ടുള്ള പ്ലാനിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫോർമൽ പ്ലാനിങ് ഉണ്ട്, ഇൻഫോർമൽ പ്ലാനിങ് ഉണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ടൈപ്സ് ഓഫ് പ്ലാനിങ്ങിൽ മനസ്സിലാക്കുക. ആദ്യം തന്നെ ബേസ്ഡ് ഓൺ ദ ടൈം പീരിയഡ്, അപ്രോച്ചസ്, ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടക്ടിന്റെ ബേസിലാണ് പ്ലാനിങ്ങിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ആ പ്ലാനിങ്ങിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ടൈം പീരിയഡ് ആണെങ്കിൽ ലോങ് ടേം ആയിട്ട് ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്രോച്ചിനാണെങ്കിൽ നമുക്കറിയാം നേരത്തെ കൂട്ടി കണ്ടെത്തേണ്ടതും അതിനുശേഷം നമുക്കറിയാം പിന്നീട് അല്ലെ ടൈമിൽ വരുന്ന രീതിയിൽ വരുന്ന സമീപനത്തിനെയാണ് നമ്മൾ റിയാക്റ്റീവ് പ്ലാനിങ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഡിഗ്രി ഓഫ് ഫോർമലൈസേഷനിലാണെങ്കിൽ നോക്കാം എന്താണ് ഫോർമൽ പ്ലാനിങ്ങും ഉണ്ട്, ഇൻഫോർമൽ പ്ലാനിങ്ങും ഉണ്ട് അല്ലെ. ഔപചാരികമായിട്ടുള്ള പ്ലാനിങ്, അനൗപചാരികമായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ് ഫോർമൽ പ്ലാനിങ് എന്ന് പറയുന്നത്? ഫോർമൽ പ്ലാനിങ് ഈസ് സ്ട്രക്ചേർഡ് പ്ലാനിങ് അല്ലെ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഫോർമൽ പ്ലാൻ എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാൻ, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് രൂപകൽപ്പന ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് ഫോർമൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് സം പ്രൊസീജിയർ ടു ഫോളോ. റെക്കോർഡ്സ് ആർ ഫോളോഡ് ഇൻ എ ഫോർമൽ പ്ലാനിങ്. നമുക്കറിയാം ഫോർമൽ പ്ലാനിങ് എന്നൊക്കെ പറയുന്നത് അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, ഒരു നടപടിക്രമമുണ്ട് അല്ലെ. ആ നടപടിക്രമം അനുസരിച്ചിട്ട് മാത്രമാണ് പ്ലാൻ ചെയ്യാൻ. ഇപ്പൊ നമ്മളൊരു പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്റ്റീവ് പ്ലാനിങ്ങിനൊക്കെ ഒരു നടപടിക്രമമല്ല, അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ്. അതേസമയം ഇതെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി കോമൺ ആയിട്ട് ഔപചാരികമായിട്ടും അനൗപചാരികമായിട്ടും പ്ലാൻ ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ ചില നടപടിക്രമങ്ങൾക്കൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് അതിനൊരു സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. ആ നടപടിക്രമങ്ങളിലൂടെ മാത്രമാണ് അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്ലാനിങ്ങിനെയാണ് ഫോർമൽ പ്ലാനിങ് പറയുന്നത്. Informal planning is an unstructured plan. And it does not have any procedure to follow. No record is maintained for future purpose. Okay, നമുക്കറിയാം ഇതിപ്പോ നേരത്തെ മിക്കവാറും നമുക്കറിയാം ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനത്തിനും അതിൻ്റെതായിട്ടുള്ള റെക്കോർഡും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് പോകണം. പക്ഷെ ചിലതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലെ. അപ്പൊ പ്ലാൻ ചെയ്യുന്നതിന് ആ ഫോർമാലിറ്റി അനുസരിച്ചിട്ട്, അതുകൊണ്ടാണ് ഫോർമൽ പ്ലാനിങ് ആണ് ഇൻഫോർമൽ പ്ലാനിങ് ആണ് എന്നുള്ള വേർതിരിവ് വരുന്നത്. ഫോർമൽ പ്ലാനിങ് ആണെങ്കിൽ ഏത് രീതിയാണോ ഫോളോ ചെയ്യേണ്ടത് ആ രീതി തന്നെ ഫോളോ ചെയ്തിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. ഇൻ കേസ് ഒരു പുതിയതായിട്ട് ഒരു അഡീഷണൽ ആയിട്ട് ഒരു റൂമും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നിയ മാതിരിയിൽ വരുത്താൻ പറ്റില്ല അല്ലെ. കൃത്യമായിട്ടുള്ള പെർമിഷനൊക്കെ കിട്ടിയതിന് ശേഷമാണ് അത് രൂപകൽപ്പന ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. സോ അതിന് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്, പ്ലാനിങ്ങുകളുണ്ട്. ആ സ്ട്രക്ചർ അനുസരിച്ചിട്ട് തന്നെ പ്ലാൻ ചെയ്യണം. അതേസമയം നമുക്കറിയാം ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനത്തിൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ചിലപ്പോൾ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാനിങ്ങൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫോർമൽ പ്ലാനിങ് ആണ്. അത് അതേ ടൈമിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് കൊണ്ട് ഉണ്ടാവുന്ന തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് പറയുന്നുണ്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി പ്രൊസീജിയർ ടു ഫോളോ. നോ റെക്കോർഡ് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ഫ്യൂച്ചർ പർപ്പസ്. അതായത് ഇൻ കേസ് പെട്ടെന്ന് ഒരു ഇലക്ട്രിസിറ്റി എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെട്ടു, പെട്ടെന്ന് തിക്കം നിരക്കോ അല്ല എന്തെങ്കിലും അനുഭവപ്പെട്ടു, അതിന് വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും ഒരു രൂപകൽപ്പന ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി റിയാക്റ്റീവ് പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ
അതിന് വലിയ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഇൻഫോർമൽ നേച്ചറിൽ തന്നെ കൈകാര്യം ചെയ്ത് അല്ലെ അവിടെ ഡിസൈൻ ചെയ്തവർക്ക് കൈകാര്യം ചെയ്ത് പറഞ്ഞ ഡയറക്ഷൻ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രക്ചറും ഇല്ല. പിന്നീട് അത് കൈകാര്യം ചെയ്ത് വെക്കണം എന്നുള്ള പ്രൊസീജിയേഴ്സും ഒന്നും അവിടെ അവൈലബിൾ ആണ്. അപ്പൊ ജസ്റ്റ് പഠിച്ചു വെക്കുക. ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളും കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് തന്നെയായിരിക്കണം തയ്യാറാക്കേണ്ടത്. അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലെ കാര്യങ്ങളൊക്കെ ഇൻ കേസ് എന്തെങ്കിലും റൂമോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചറിൽ തന്നെ പ്ലാൻ ചെയ്യും. അതേപോലെ തന്നെ ഇൻ കേസ് പെട്ടെന്ന് ഒരു സഡൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനാണ് അതിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ അതിന് നമുക്കറിയാം ഇൻഫോർമൽ ആയിട്ടുള്ള പ്ലാനിങ് രീതി യൂസ് ചെയ്യാവുന്നതാണ്. അതിന്റെ റെക്കോർഡ്സ് ഒന്നും കീപ്പ് ചെയ്യേണ്ടതില്ല. കാരണം അത് അൺസ്ട്രക്ചേർഡ് ചെയ്യണോ? ഭാഗത്തേക്ക് പോകാം. ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടൻസ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോയേക്കാം. ഫോർമൽ പ്ലാനിങ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് പ്ലാനാണ്, സിസ്റ്റമാറ്റിക് പ്ലാനാണ്. അതേപോലെ തന്നെ ഇൻഫോർമൽ പ്ലാനിങ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് പ്ലാനിങ് ആണ്. അതേമാതിരി തന്നെ അതിന് എന്തെങ്കിലും പ്രൊസീജിയർ ഫോളോ ചെയ്യണമെന്നില്ല. ഇൻ കേസ് നമുക്ക് ചോദ്യത്തില് അല്ലെ പ്രത്യേക പ്രൊസീജിയേഴ്സ് ഒന്നും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പ്ലാൻ ചെയ്യുന്നൊക്കെ ചോദിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്ഷനിൽ എല്ലാ പ്ലാനും വരും. അപ്പൊ നമുക്കറിയാവുന്നതാണ് ഇൻഫോർമൽ പ്ലാനിങ്ങില് അല്ലെ പ്രത്യേക പ്രൊസീജിയർ ഒന്നും ഫോളോ ചെയ്യേണ്ടതില്ല അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ദെൻ അപ്രോച്ചസ് സമീപനങ്ങൾ എന്ന് പറയുമ്പോഴും മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതായത് നേരത്തെ കൂട്ടി തയ്യാറാക്കുന്ന ഒരു ഇതാണ് എങ്കിൽ അത് റിയാക്റ്റീവ് പ്ലാനിങ് ആണ്. റിയാക്റ്റീവ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മറ്റ് എൻവയോൺമെന്റൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിയാക്റ്റീവ് പ്ലാനിങ് ആണ്. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് തന്നെ നോട്ട് ചെയ്ത് തന്നെ പോകട്ടോ. കാരണം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിലെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ടൈം പീരീഡ് ആണെങ്കിലും 3 to 5 years പ്ലാൻ പറയുമ്പോൾ ലോങ് ടൈം പ്ലാനിങ് ആണ്. അതേസമയം ലെസ് ദാൻ 1 year ആണെങ്കിൽ അത് ഷോർട്ട് ടൈം പ്ലാൻ ആണ്. ഇല്ലേ? നോട്ട് ചെയ്ത് പോകുന്നില്ലേ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാനോ? ഓക്കെ, 2 types ഓഫ് ഇത് തന്നെയാണ് ഇതിലും വരുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടന്റ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ട്, ഓപ്പറേഷണൽ പ്ലാനിങ്. അതായത് തന്ത്രപരമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളുടെ ബിസിനസ് നല്ല രീതിയിൽ മൂവ് ചെയ്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്കറിയാം അത് നല്ല രീതിയിൽ തന്നെ സർവീസ് ഓറിയന്റഡ് ആയിട്ട് പോകണമെങ്കിൽ അത് തന്ത്രപരമായ രീതിയിലുള്ള പ്ലാനിങ്ങുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഓപ്പറേഷണൽ പ്ലാനിങ്ങും ഉണ്ട്. നമുക്ക് അതിന്റെ എക്സാമ്പിൾ സബ്ജക്ട് നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. നോക്കാം. സ്ട്രാറ്റജിക് പ്ലാനിങ് ഇറ്റ് സെറ്റ്സ് ഫ്യൂച്ചർ ഡയറക്ഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ in which it wants to proceed in future. It involves a time horizon of more than 1 year, and for most of the organization it ranges between 3 and 5 years. Strategic plan are generally developed by the top level management. Okay, some diversification of the business into new lines. Okay, നമുക്കറിയാം ഇപ്പൊ സ്ട്രാറ്റജിക് പ്ലാനിങ് ഏത് സ്ഥാപനമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷമാണ് അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് റിട്ടേൺസ് ഒന്നും കിട്ടില്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് 4-5 വർഷം കഴിയുമ്പോൾ പബ്ലിക്കിന്റെ ഇടയിൽ നല്ലൊരു പേര് കിട്ടും, നല്ല ഇൻകം കിട്ടും എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടാണ് അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ.
അപ്പൊ അവിടെ പറയുന്നുണ്ട് ഇറ്റ് സെറ്റ്സ് ഫ്യൂച്ചർ ഡയറക്ഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ വിച്ച് ഇറ്റ് വാണ്ട്സ് ടു പ്രൊസീഡ് ടു ഇൻ ഫ്യൂച്ചർ ഇൻവോൾവ്സ് എ ടൈം ഹൊറിസോൺ അല്ലെ. അതായത് നമുക്കറിയാം ഒരിക്കലും ഒരു വലിയ വലിയ സ്ഥാപനങ്ങളൊന്നും ഒറ്റയടിക്ക് നമുക്ക് ലാഭം ഏൺ ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അവിടെ more than 1 year and for most of the organization it range between 3 and 5 years. എന്തായാലും ഒരു വർഷങ്ങൾക്ക് ശേഷം അല്ലെ 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് അതിൽ നിന്നുള്ള റിട്ടേൺ കിട്ടി തുടങ്ങുകയുള്ളൂ, അല്ലെങ്കിൽ പീരിയഡ് ഹോസ്പിറ്റലിൽ കിട്ടി തുടങ്ങുകയുള്ളൂ, അതിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടി തുടങ്ങുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിലെ ഡയറക്ഷൻ അല്ലെ, ഭാവിയെ മുൻകരുതലായിട്ട് എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്ങുകളാണ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് സെറ്റ് ഓഫ് ഫ്യൂച്ചർ ഡയറക്ഷൻ അല്ലെ, ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ ആണ് ഈ ഒരു പ്ലാനിങ്ങിൽ വരുന്നത്. which it wants to proceed in future, it involves a time horizon of more than 1 year, and for most of the organization it range between 3 and 5 years. Strategic plan are generally developed by top level management. തീർച്ചയായിട്ടും നമുക്കറിയാം മുകളിലെ അല്ലെ മേൽത്തട്ടിലുള്ള മാനേജ്മെന്റ് ലെവലിലുള്ളവരാണ് ഈ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. തീർച്ചയായിട്ടും സബോർഡിനേറ്റ് അല്ലെ ലോവർ ലെവലിലുള്ള വ്യക്തികളാണെങ്കിൽ ഡ്യൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും ഈ തന്ത്രപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റ് സെക്ഷൻ ആണ്. അപ്പൊ അവര് ഭാവിയെ കരുതിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. അത് തീർച്ചയായിട്ടും ആ ഒരു ഫ്യൂച്ചറിനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. Then operational plans are developed to determine the steps necessary for achieving tactical goals. നമുക്കറിയാം എന്തെങ്കിലും ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഇവിടെ ഓപ്പറേഷണൽ ആർ ഡെവലപ്ഡ് ടു ഡിറ്റർമിൻ ദ സ്റ്റെപ്സ് നെസസറി ഫോർ അച്ചീവിങ് ടാക്ടിക്കൽ ആയിട്ടുള്ള ഗോൾസ്. എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ ഈ ഒരു പ്രവർത്തനം അല്ലെ, ഇപ്പൊ ഇൻ കേസ് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് തീർച്ചയായിട്ടും ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റ് ആയിരിക്കും എടുക്കുന്നത്. അതേസമയം നവഡേസിലുള്ള തിക്കുതിരക്കും അനുഭവപ്പെടുന്നതിന് നമുക്കറിയാം തീർച്ചയായിട്ടും അവർ തന്നെയാണ് തീരുമാനങ്ങളെല്ലാം നടപ്പാക്കി കൊണ്ടുപോകുന്നത്. എനിവേ നമുക്കറിയാം അത് ഓപ്പറേഷണൽ ആയിട്ടുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നത് അല്ലെ. അത് തിക്കുതിരക്കെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിലിടയ്ക്കാണ് അത് സാധ്യമാകുന്നത്. Okay, they are used as a guide for day-to-day operation by department managers. These plans may cover a time frame of a few months, weeks, or even a few days. വേദിക്കുന്നവരൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നു, അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അത് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാനേജർ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അവരെ വിലയിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും എന്തെങ്കിലും പുതിയ നടപടികൾ എടുക്കുന്നത്. മന്ത്ലി ചിലപ്പോൾ ചേഞ്ചസുകളൊക്കെ വരും. അപ്പൊ ഓപ്പറേഷണൽ പ്ലാൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വർഷങ്ങൾക്ക് വേണ്ടിയിട്ട് തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം നടപ്പാക്കുന്നത്. ഓപ്പറേഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഡേ ടു ഡേ ടൈമുകളിൽ അല്ലെ, അറ്റ് ടൈമുകളിൽ വരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെയൊക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കലാണ് ഓപ്പറേഷൻ പ്ലാനിങ്ങിൽ ഉണ്ടാവുന്നത്. ആണോ? സ്ട്രാറ്റജിക് പ്ലാനിങ് ഓപ്പറേഷൻ പ്ലാനിങ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കിട്ടിയോ? അതായത് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 3-5 വർഷം അല്ലെങ്കിൽ മാക്സിമം 1 ഇയറിന് ശേഷമുള്ള അല്ലെ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ടോപ്പ് ലെവലിലുള്ള വ്യക്തികളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും അതേസമയം ഓപ്പറേഷണൽ എന്ന് പറയുന്നത് അല്ലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. അത് വീണ്ടും മന്ത്ലി ചിലപ്പോൾ വേണമെങ്കിൽ വേരിയേഷൻസ് അല്ലെ ഇവിടെ പറയുന്നുണ്ട്. ദീസ് പ്ലാൻസ് മേ കവർ എ ടൈം ഫ്രെയിം ഓഫ് എ ഫ്യൂ മന്ത്സ്, വീക്സ് ഓർ ഈവൻ എ ഫ്യൂ ഡേയ്സ്. ഇത് ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഒരു മാസത്തിലേക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആഴ്ചകൾക്കോ ഡേയ്സിനുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നത്. അതിനുശേഷം ഇവാലുവേഷൻ നടത്തിയിട്ട് ചിലപ്പോൾ വീണ്ടും മാറ്റങ്ങൾ വരുത്താം. സോ എന്താണ് അത് ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടപ്പാക്കി കൊണ്ടുപോകുന്നതിനാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കേ, അപ്പൊ വേരിയേഷൻസ് മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കുക, കാരണം ചോദ്യങ്ങൾ എന്തായാലും ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് സ്ട്രാറ്റജിക് പ്ലാന്, ഓപ്പറേഷൻ പ്ലാന്, എല്ലാ പ്ലാനുകളും ഫോർമൽ പ്ലാനിങ് എന്താണ് ജസ്റ്റ് ആ സെന്റൻസുകൾ മനസ്സിലാക്കി പിടിച്ചാൽ മതി. സ്ട്രക്ചേർഡ് ആണെങ്കിൽ അത് ഫോർമൽ ആണ്, ഇൻഫോർമൽ ആണെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആണ്. അപ്രോച്ച് ആണെങ്കിലും 2 തരത്തിലുള്ള പ്രൊആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ്. അത് എൻവയോൺമെന്റൽ ചേഞ്ചസ് അനുസരിച്ചിട്ടാണെങ്കിൽ അത് റിയാക്റ്റീവ് ആണ്. അല്ലെ പ്രിക്വേർഡ് ആയിട്ട് അല്ലെ നേരത്തെ കൂട്ടി മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കുന്നത് എക്സ്പെക്ടഡ് ക്രൈറ്റീരിയ, അതിനെ
ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് റിയാക്റ്റീവ് പ്ലാനിങ് ആണ്. 3 to 5 years ആണെങ്കിൽ ആ ടൈം പീരീഡ് ആണെങ്കിൽ ലോങ് ടേം ആണ്. ജസ്റ്റ് 1 year ആണെങ്കിൽ അത് ഷോർട്ട് ടേം ടൈം പീരീഡ് ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.